തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് ബൈക്ക് യാത്രക്കാരനായ 23 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ അപകടത്തിലാക്കിയ ലോറി ഇതാണ്. ഈ ലോറിയാണ് കുറച്ചു മുൻപ്, അതായത് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി നിംസ് മെഡിസിറ്റി ആശുപത്രിയിൽ വിദ്യാർത്ഥിയായിരുന്ന BDS വിദ്യാർത്ഥിയായിരുന്ന അനന്തുവിനെ അപകടത്തിലാക്കിയത്. ഈ ലോറി ഇപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് ഇതിൽ 20 ടൺ മാത്രമാണ് ഇതിൽ കൊള്ളുക. 20 ടൺ മാത്രമാണ് ഈ ലോറിയിൽ ഭാരം കയറ്റാൻ അനുമതിയുള്ളത്. പക്ഷേ ഇതിൽ 35 അല്ലെങ്കിൽ 30-ൽ കൂടുതൽ ടണ്ണോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികളായ വ്യക്തികളൊക്കെ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ലോഡിംഗ് തൊഴിലാളികളോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിൽ ലോഡ് കൊള്ളാവുന്നതിലധികം ലോഡ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അദാനി പോർട്ടിലേക്ക് കരിങ്കല്ലുമായി കൊണ്ടുപോയ ലോറിയാണ് ഇത്തരത്തിൽ അനന്തു എന്ന 23 വയസ്സുകാരനെ, BS വിദ്യാർത്ഥി, മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ 23-കാരനെ അപകടത്തിലാക്കിയത്. ഇതിപ്പോൾ തിരുവനന്തപുരം കോവളം പോലീസ് സ്റ്റേഷനിലെ അടുത്തായി പിടിച്ചിട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡ്രൈവർക്കെതിരെയാണ് നിലവിൽ കേസ്, ലോറി ഡ്രൈവർക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു കാര്യം കൂടുതൽ റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതിനു മുൻപും ഇത്തരത്തിൽ ലോഡ് കൂടുതൽ കയറ്റിക്കൊണ്ടുപോയി, അതായത് കരിങ്കല്ലാണ്. ഇതിൽ നോക്കിയാൽ കുറച്ച് ദൂരെ വെച്ചുള്ള ഒരു പക്ഷേ വ്യക്തമായി കാണാം. കരിങ്കല്ലൊക്കെ ചെറിയ കല്ലുകളൊക്കെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ല. അതെപ്പോൾ വേണമെങ്കിലും താഴെ തെറിച്ച് വീഴാവുന്ന അവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ലോറി ഉടമകൾ അല്ലെങ്കിൽ ഈ ലോറി ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ അശ്രദ്ധയോടെയാണ് ഓടിക്കുന്നതെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. അതായത് വളവിലൊക്കെ ആയാൽ പോലും സ്പീഡ് വലിയ രീതിയിൽ കുറയ്ക്കേണ്ട സ്ഥലത്ത് പോലും ഇത്രയും വലിയ ലോഡ് കൊണ്ട് പോകുന്നവർ അത്രത്തോളം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊന്നും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിൽ നിന്ന് കല്ലുകൾ പൊഴിഞ്ഞ് താഴെ വീഴാറുള്ളത് പലതവണ സംഭവങ്ങളായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പരിസരവാസികളൊക്കെയും തന്നെ ഈ അദാനി പോർട്ടിൽ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകി എന്നുള്ളതും കൂടെയാണ് പറയുന്നത്. എന്നാൽ ഈ ലോറിയാണ്, അതായത് KL 11 BN 8865 എന്ന ലോറിയാണ് നമുക്ക് നിലവിൽ കോവളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥിരീകരിച്ചത് പ്രകാരം ഈ ലോറിയാണ് അപകടം ഉണ്ടാക്കിയതെന്നുള്ളതാണ്. അതായത് ഈ ലോറിയിൽ 20 ടണ്ണാണ് കൊള്ളുന്നത്. പക്ഷേ അതിൽ കൂടുതൽ കയറ്റിക്കൊണ്ട് വന്നാണ് അപകടം സൃഷ്ടിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 23-കാരനായ BDS വിദ്യാർത്ഥി അനന്തു എന്ന നിംസ് മെഡിസിറ്റിയിലെ വിദ്യാർത്ഥി കൂടിയായ അനന്തുവാണ് ഇപ്പോൾ ഈ ലോറി അമിതമായ ലോഡ് കയറ്റി വരികയും ഇതിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് ഹെൽമറ്റും എല്ലാം വച്ചുകൊണ്ടാണ് അനന്തു ബൈക്കിൽ പോയതെന്നുള്ളതാണ്. ഒരു സ്കൂട്ടറിലാണ് അനന്തു സഞ്ചരിച്ചത്. ഹെൽമറ്റും എല്ലാം വച്ചുകൊണ്ട് തന്നെയാണ്, അതായത് എല്ലാ നിയമാനുസൃതമല്ല എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയ ഒരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ദാരുണമായൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യവും ഇനി ഇത് ആവർത്തിക്കരുതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇത്രയും ഭാരം കയറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഇതിൻ്റെ സ്പീഡിന് ഒരു കുറവുമില്ലാതെ ഈ ലോറി ഡ്രൈവർമാർ ഒരു തരത്തിലും ഒരു മയവും കാണിക്കാതെയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ആരോപണവും കൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞ മുക്കോലയിലായിരുന്നു ദാരുണമെന്ന് തന്നെ പറയേണ്ട ഒരു സംഭവം. വളർന്നു വരേണ്ട ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളത് മാത്രമല്ല, ഒരു ഡോക്ടർ കൂടിയാണ് മരണപ്പെട്ട അനന്തു എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം. അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.